welcome back to our channel. Welcome back. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഫൈനൽ ഡേ ആണ്. ഒരു ദിവസം കൂടി ഉള്ളൂ. ഞങ്ങളൊരു 12-day ക്രൂസിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ മറന്നുകൊണ്ട് കാരണം ഞങ്ങൾ പകുതി വെച്ച് എടുത്തു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങ് ബിസി ആയിപ്പോയി. ഞങ്ങൾ ഇതെല്ലാം കണ്ടു കിടക്കുന്നു, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാരണം കുറച്ച് ക്രൂസിൻ്റെ ടൂറൊക്കെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൂറിൻ്റെ പകുതി ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ പുറത്തോട്ടുള്ളത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ഇന്ന് നല്ല വെതറാണ്. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് പോകുന്ന സമയത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഔട്ട്ഡോറിലോട്ട് പോകാൻ പറ്റിയില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ടൂറെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഇവിടുന്ന് ഇൻട്രോ തന്നിട്ട് നമുക്കിങ്ങ് തുടങ്ങാം. എന്നിട്ട് ഞങ്ങൾ ഓരോ എപ്പിസോഡിലായിട്ട് ഓരോ ഐലൻഡിൽ പോയത് ഞങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു, അല്ലേ? അതുപോലെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ പഴയ ഞങ്ങൾ എടുത്തു വെച്ച ടൂറിൻ്റെ ഇത് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് വന്ന് അപ്പർ ഡെക്കൊക്കെ പോയി കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമൊക്കെ ഇവിടെ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ പോയി നോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കിട്ടുമോ എന്ന്. ഇല്ല എങ്കിൽ നമുക്ക് നേരെ ലഞ്ച് കഴിക്കാം. സോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ക്രൂസ് ഷിപ്പിൽ 48 ഡെക്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോരോ ഡെക്കിൽ പോയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ടൂർ നമുക്ക് തരാം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് 4th ഡെക്കിലാണ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ് റൂംസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഷിപ്പിൻ്റെ എംപ്ലോയീസൊക്കെ നിൽക്കുന്ന ഒരു സ്പേസ് ആണ് ഈ 4th ഡെക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി മെഡിക്കലായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അതും ഈ 4th ഡെക്കിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഓരോരോ റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഓരോരോ റൂംസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇവിടുത്തെ മെഡിക്കൽ റൂം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് അതിനുള്ള എമർജൻസി ഉള്ള ആളെ വിളിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ട്, സാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ തരും. അതാണ് ഒരു കുഞ്ഞു റൂമാണ്. അത്യാവശ്യം വേണ്ട മെഡിക്കൽ കിറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ മെഡിക്കൽ സപ്ലൈസ് ഇവിടെ കാണാം. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ വേണമെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മളിനി 5th ഡെക്കിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ റൂംസ് വരുന്നത്. സോ ഇതാണ് അപ്പോൾ ഞങ്ങളുടെ റൂം. ഇതാണ് നമുക്ക് കിട്ടുന്ന റൂം കീ മാത്രമല്ല, ഇതൊരു ക്രെഡിറ്റ് കാർഡ് പോലെ ഒരു കാർഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷിപ്പിലുള്ള 11 days നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഈ ഒരു കാർഡ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. എവിടെ പോയാലും അതിന് അവർക്ക് ഒരു ബാർ കോഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് അവരിവിടെ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അകത്ത് കയറി നോക്കാം. സോ ഇതാണ് ഞങ്ങളുടെ റൂം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം നല്ല നീറ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇവിടുന്ന് നമുക്ക് ഒരു ചെറിയതായിട്ട് ഇവിടുത്തെ ഒരു കടലിൻ്റെ ഒക്കെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും.
നമ്മളിപ്പോൾ ഏകദേശം ഈ സീയുടെ അടുത്തായിട്ട് നിൽക്കുമായതുകൊണ്ട് രാത്രിയിലൊക്കെ ഈ ഷിപ്പ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എന്തൊരു സൗണ്ടാണെന്നറിയാമോ, ഈ കടലിങ്ങനെ അടിച്ച് കയറി. ഞങ്ങൾ ഓർത്ത് സുനാമിയൊക്കെ വരാൻ പോകുന്നത്, അതുപോലെ ഭയങ്കരമായിട്ട് നമുക്ക് അത്ര അടുത്തായിട്ട് ഫീൽ ചെയ്യും. അതിൻ്റെ ആ ഒരു വേവ് വന്ന് ഈ ക്രൂസ് ഷിപ്പിൽ വന്ന് തട്ടുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര സൗണ്ട്, ഒരു വേവിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് നന്നായിട്ട് എഫക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളുടെ ഒരു കുഞ്ഞു മിററും സംഭവങ്ങളും കുറേ ക്ലോസറ്റ്സും ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്മോൾ ബാത്റൂം സെറ്റപ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ റൂമിൻ്റെ ടൂർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് ഇതാണ് നമ്മുടെ റൂം നമ്പർ. ഇവിടെ ഒരു ചെറിയൊരു സൈൻ ബോർഡ് പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്പിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം റെഡിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തുണ്ടെങ്കിൽ ഇൻ കേസിൽ നമുക്ക് അത് കൊടുക്കാം. പിന്നെ അവർ റൂം മേക്കപ്പ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വെൽക്കം സൈൻ എന്ന് പറഞ്ഞ് വെൽക്കം ഇട്ടിരിക്കും. പിന്നെ നമുക്ക് തന്നെ മേക്കപ്പ് ക്യാബിൻ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് നമ്മുടെ റൂം ക്ലീൻ ചെയ്തിട്ട് പോകും. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതിലുണ്ട്. നമുക്കിങ്ങനെ സ്പിൻ ചെയ്ത് ഓരോ ദിവസവും നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ അവരെ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു സൈൻ ബോർഡ് പോലൊരു സംഭവമാണ്. സോ അപ്പോൾ നമ്മൾ 5-ലെ കാഴ്ചകളൊക്കെ കണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് റൂംസ് മാത്രമാണ് 5th ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്ക് 6th പോകേണ്ടത്. അവിടെ ഇതുപോലെ സ്റ്റേറ്റ് റൂംസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലാതെ ചെയ്യാൻ വേണ്ടിയൊക്കെ ഡെക്ക് 6-ലുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. സോ എൻ്റെ പുറകെ കാണുന്ന ഇതൊരു ഡൈനിങ് ഏരിയ ആണ്, മർജൻറ്റ എന്നാണ് പേര്. അപ്പോൾ അത് നമുക്ക് ഡിന്നർ ടൈമിലാണ് മെയിൻലി അത് അവർ ഓപ്പൺ ആക്കുന്നത്. ഒരു 5:30 to 9:30, 10 വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ കുറേ വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ അതിൻ്റെ ബാർ സെക്ഷനുണ്ട്. അങ്ങനെ കുറച്ച് ലൗഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഈ 6th ഫ്ലോറിൽ വരുന്നത്. നമുക്കിനി അവിടെ പോയി നോക്കാം. അപ്പം ഈ കാണുന്നതാണ് നമുക്ക് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ മാത്രമേ വന്നിട്ട് ഷിപ്പിൻ്റെ അകത്ത് സ്മോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ല പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പ് ഡെക്കിൽ പോയിട്ട് ഓപ്പൺ എയർ ആണ്, അപ്പോൾ ആ ഡെക്കിൽ പോയാൽ മാത്രമേ നമുക്ക് സ്മോക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ ജെം കസീനോ. ഇത് ഒത്തിരി വലുപ്പമൊന്നുമില്ല, ഒരു അത്യാവശ്യം എല്ലാവർക്കും പറ്റിയൊരു കസീനോ. സോ ഇതാണ് ഇവിടുത്തെ തിയേറ്റർ. നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോ ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ തിയേറ്ററിലാണ് നമ്മൾ യൂഷ്വലി വരാറ്. അപ്പോൾ 6th-ലും 7th-ലും ഉണ്ട്. അപ്പോൾ ആ 2 ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കുറേ ഷോസ് ഒക്കെ കാണാം. സോ നമ്മളിനി 7th-ലോട്ട് പോകാം. 7th ഡെക്കിലോട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. സോ ഇനി അടുത്തൊരു അമേസിങ് പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് പാർട്ടാണ്. നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ട്രേഡ് വിൻസ് ടാക്സ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കാണാൻ വേണ്ടി. ഇവിടുത്തെ പ്രത്യേകത എല്ലാം നമുക്ക് ടാക്സ് ഇല്ലാതാണ് ഇവിടുത്തെ ഐറ്റംസ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്.
നമുക്കൊരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഓർക്കിഡ് ഗാർഡൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഡിന്നറിന് ഇവിടെയാണ് വന്ന് ഡിന്നറൊക്കെ കഴിച്ചത്. ഇതും ഒരു ഡൈനിങ് ആണ്. അപ്പോൾ ഇവിടെ അടിപൊളി ഫുഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സൈഡിൽ ബാറുണ്ട്, പിന്നെ കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു പ്ലേസ് ഉണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ജ്വല്ലറീസും സംഭവങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഇതുണ്ട്. സോ ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്ന സെക്ഷൻ. അപ്പോൾ ഫോട്ടോ ഗാലറിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്കൊരു നല്ലൊരു അടിപൊളി ലൗഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെയും മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ അവർ പ്ലേ ചെയ്യും. അപ്പോൾ അവിടെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയുള്ളൊരു ലൗഞ്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ആർട്ട് ഗാലറി, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കണമെങ്കിൽ അതും ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. എവറി ഡേ ഇവിടുത്തെ ആർട്സ് ഇവർ മാറ്റിക്കൊണ്ടേയിരിക്കും. നമുക്കിവിടെ ഓപ്ഷനിൽ കുറേ സംഭവങ്ങൾ വാങ്ങാൻ പറ്റും. ഭയങ്കര വിലയാണ്, അതാണ് നമുക്ക് മേടിക്കണമെന്നില്ല, എല്ലാം പോയി കാണാം. ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ വില എസ്റ്റിമേറ്റഡ് പ്രൈസ് 1650. ഈ പെയിൻറ്റിങ് ഞാൻ ചെയ്യാമല്ലോ. ഒമ്പത്, 10, 11 ഡെക്ക് ഫുൾ റൂംസാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇനിയും പോകുന്നില്ല. ഇനി നേരെ നമുക്ക് 12 പോയിട്ട് അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, അവിടെ പോയി നോക്കാം. സോ എൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ സ്പാ ചെയ്യാം. സ്പാ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. സോ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ചെറിയ ലൈബ്രറി. ഇതാണ് ഇവിടുത്തെ കാർഡ് റൂംസ്. നമുക്കിവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിംസ് കളിക്കാൻ പറ്റും. ഇവിടെ കുറേ കാർഡ്സും അങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വന്നത് കളിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മളുടെ ഫോട്ടോ സ്റ്റുഡിയോ. ഇത് ഒരു സ്റ്റുഡിയോ ആണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഞങ്ങൾ താഴെ കാണിച്ചതല്ലാതെ ഇത് വലിയൊരു സ്റ്റുഡിയോ ആണ് ഇവരുടെ. നിൽക്കുന്നത് ടോപ്പ് ഡെക്കിലാണ്, ഡെക്ക് 13. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു കോർട്ട് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഗോൾഫ് കോർട്ട്. അതുപോലെ തന്നെ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കാണാം ഒരു ചെറിയ ചെസ്സ് കളിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ പിള്ളേരൊക്കെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് നടന്ന് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്കും ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു ഫുട്ബോൾ, ബേസ്ബോൾ ഒക്കെ കളിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു കോർട്ടും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
14th ഡെക്കിലാണ്. ഇവിടെയാണ് ഈ റോക്ക് ക്ലൈമ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി, എൻ്റെ പുറകിൽ കാണാം, അവിടെ റോക്ക് ക്ലൈമ്പിംഗ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ സ്റ്റെപ്സ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റ് നമുക്കിവിടെ ഇരുന്ന് അവരുടെ ഫുട്ബോളും കളിയൊക്കെ കാണാം. പിന്നെ നല്ലൊരു വ്യൂ ഉണ്ട് സീയുടെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഇവിടെ സ്റ്റെപ്സ് പോലെ അവർ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ക്രൂസ് ഷിപ്പിന്റെ ടൂർ. അതെ, ഈ വർഷത്തെ ക്രൂസ് ഷിപ്പിന് ഇതൊക്കെയാണ്. അപ്പം ഇനിയിപ്പോ 12 ഡേയ്സിന്റെ എല്ലാ സംഭവങ്ങളും ഇനി കാണിക്കാനുണ്ട്. കുറെ ഐലൻഡ്സ് വരുന്നുണ്ട്. 4 ഐലൻഡ്സിലാണ് പോയി ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ സെന്റ് തോമസ്, സെന്റ് മാർട്ടിൻ, ടോർട്ടോല, കൂടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളതിന് മറന്നു. 4 ഐലൻഡ്സിൽ എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ അത് മറക്കാതെ കാണുക. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ടൂറിന്റെ വീഡിയോ ഇവിടെ തീരുവാണ്. അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുക. അതെ, പഴയ വീഡിയോസ് ഒക്കെ കാണാം. അതെ, പുതിയ വീഡിയോസ് ഇരുന്ന് കാണാം. അപ്പം അതുവരേക്കും